Debate with Dr. Arun Kumar. ശിവഗിരി തീർത്ഥാടന വേദിയിൽ ചർച്ചയായ വസ്ത്രാചാരത്തിൽ NSSനും SNDPക്കും വ്യത്യസ്ത നിലപാടുകൾ. ഷർട്ടും ബനിയനും അഴിച്ച് ക്ഷേത്രപ്രവേശനമെന്ന നിബന്ധന അനാചാരമാണ് എന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരമെന്നും സർക്കാരിന് തിരുത്താനാവില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വസ്ത്രാചാരത്തെ തിരുത്തണം. വസ്ത്രാചാരവും സനാതന ആശയമാണ്. ഗുരുവിനെ ഏറ്റെടുക്കാനുള്ള സംഘപരിവാർ നീക്കം മേൽവസ്ത്രാചാര വിവാദത്തിൽ വഴിമുട്ടുമോ? വസ്ത്രാചാരം ആരുടെ പിടിവാശിയാണ്? സനാതനസ്ഥനാണോ ഗുരു? അതിഥികളായി നമുക്കൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ TS ശ്യാംകുമാർ, ഒപ്പം ഷാജി രാഘവൻ BJP പ്രതിനിധി. രണ്ട് അതിഥികൾക്കും സ്വാഗതം. ശ്യാംകുമാർ, വെൽക്കം, ഗുഡ് ഈവനിങ്. ആൻഡ് ഷാജി രാഘവൻ, വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വിഷയമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതും. നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. ശ്രീ ശ്യാംകുമാർ, മുഖ്യമന്ത്രി പറഞ്ഞത് സനാതന ആശയങ്ങളെ വർണ്ണാശ്രമത്തിൻ്റെ പേരിൽ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ട് കാണേണ്ടതിനു പകരം തമ്മിൽ വർണ്ണാശ്രമവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുമ്പോൾ അതിൽ ശ്രീനാരായണ ആശയങ്ങളെ വ്യത്യസ്തമായി കാണേണ്ടതിനു പകരം സനാതന ആശയങ്ങളുമായി ശ്രീനാരായണ ഗുരുവിനെ കൂട്ടിയിണക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. KPCC പ്രസിഡന്റും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. സനാതന ആശയങ്ങളുടെ പേരിൽ വർണ്ണാശ്രമധർമ്മവുമായി ബന്ധപ്പെടുത്തി അതിനെ ശ്രീനാരായണ ഗുരുവിനെ റാഞ്ചാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ സനാതനാശയവും ശ്രീനാരായണ ആശയവും ഒരുമിച്ച് പോകുന്ന ഒന്നാണോ? BJPയുടെ വേർഷൻ അനുസരിച്ച് ശ്രീനാരായണ ഗുരു ഒരു സനാതനസ്ഥനാണ്. എന്നാൽ സനാതന ആശയങ്ങൾ കലഹിച്ചു നിന്നിരുന്നത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളുമായിട്ടല്ലേ? ഈ ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സംഘപരിവാറിൻ്റെ ആശയത്തിന്, സനാതന ധർമാശയങ്ങൾക്ക് ശ്രീനാരായണ ധർമാശയങ്ങളെ എങ്ങനെയാണ് കൂട്ടിയിണക്കാൻ കഴിയുക? സനാതനം എന്ന് പറയുന്ന ആശയമാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും സനാതന ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി വർണ്ണാശ്രമ ധർമ്മമാണ്. അത് ചാതുർവർണ്ണ്യ ധർമ്മമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തൊട്ട് മുമ്പ് ഉള്ളൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് തിരുവിതാംകൂറിന് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലിക്കാത്ത മുഴുവൻ ആളുകളെയും ഉള്ളൂരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സനാതനിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്, സനാതനികൾ എന്നാണ് വിളിക്കുന്നത്. ക്ഷേത്രപ്രവേശനത്തിന് എതിർക്കുന്ന മുഴുവൻ ആളുകളെയും ആ റിപ്പോർട്ടിൽ സനാതനികൾ എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും സനാതനികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണ്യവും വർണ്ണാശ്രമധർമ്മവും പിൻപറ്റുന്നവരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ സനാതനത്തിന്റെ അടിസ്ഥാനം ചാതുർവർണ്ണ്യമായിരിക്കെ, വർണ്ണാശ്രമധർമ്മമായിരിക്കെ അതെങ്ങനെയാണ് ഗുരുവുമായി യോജിച്ചു പോകുക? ഗുരു അടിസ്ഥാനപരമായി ചാതുർവർണ്ണ്യത്തെയും വർണ്ണാശ്രമധർമ്മത്തെയും സമ്പൂർണ്ണമായി നിരസിച്ച ഒരാളാണ്. ഒരിക്കൽ വർണ്ണാശ്രമധർമ്മത്തെ സംബന്ധിച്ചൊരു ഭക്തൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറയുന്നത് വർണ്ണാശ്രമധർമ്മം വളരെ തെറ്റായ ഒരു കാര്യമാണെന്നും വർണ്ണാശ്രമധർമ്മത്തിന്റെ അടിസ്ഥാനമായ ഗുണകർമ്മ സിദ്ധാന്തം ഉണ്ടല്ലോ, ആ ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്ന് തന്നെ ഗുരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വർണ്ണാശ്രമധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം എന്താണ്? അത് ഋഗ്വേദത്തിലെ പുരുഷസൂക്തമാണ്. അപ്പൊ ഗുരു ഒരിക്കൽ വളരെ സൗമ്യമായ രീതിയിൽ മർമ്മസ്പർശിയായ ഒരു തമാശ കൊണ്ട് ആ ചാതുർവർണ്ണ്യത്തെ നിരാകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരു പറഞ്ഞു, ഈ വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും ബ്രാഹ്മണനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു. അതെന്താ, മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് ഗുരു വളരെ കളിയാക്കി തന്നെ പറയുന്നുണ്ട്. തന്നെയല്ല, സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്വൈത വേദാന്തമാണെന്നാണല്ലോ പറയുന്നത്. ഗുരു പറയുന്നത് വ്യാസനും ശങ്കരനും തെറ്റുപറ്റിയല്ലോ. ബ്രഹ്മസൂത്രം എഴുതിയ ബാദരായണനും അദ്വൈത ഭാഷ്യകാരനായ ശങ്കരനും തെറ്റുപറ്റി എന്ന് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനപരമായി മറ്റൊരാധാര ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ഈ ഗീതയെപ്പറ്റി ഗുരു ഒരിക്കൽ നടരാജഗുരുവിനോട് പറയുന്നുണ്ട്. സംഭാഷണ മധ്യേ നടരാജഗുരുവിനോട് ഗുരു വ്യക്തമാക്കിയത് ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാമെന്നാണ്. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നിങ്ങനെ വളരെ വ്യക്തമായി സനാതനധർമ്മത്തിന്റെ ആശയവ്യവസ്ഥകളെ നിശ്ചിതമായി വിമർശിച്ച ഒരാളാണ് നാരായണ ഗുരുസ്വാമികൾ.
തന്നെയല്ല, നോക്കൂ, സനാതനധർമ്മത്തിന്റെ ഏത് ഗ്രന്ഥപാരമ്പര്യത്തിലാണ് നമുക്ക് സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ കാണാൻ സാധിക്കുക? ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഷാജി രാഘവന്റെ ഒരു പ്രതികരണം എടുക്കട്ടെ. താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ശ്രീ ഷാജി രാഘവൻ, സനാതനധർമാശയങ്ങൾ പിൻപറ്റുന്ന ഏത് പ്രമാണിക ഗ്രന്ഥത്തിലാണ് സമത്വം എന്ന ആശയമുള്ളത്, സാഹോദര്യം എന്ന ആശയമുള്ളത്? ഗുരു മുന്നോട്ട് വെച്ച മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന ആശയം പ്രതിഷ്ഠിക്കുന്നത് ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ട്, നേരത്തെ ശ്യാം തന്നെ ചോദിച്ചതുപോലെ ഈ സനാതനധർമാശയങ്ങളെ പ്രമാണിക ഗ്രന്ഥങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരു ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഒരു സനാതനിസ്റ്റായി കണക്കാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതും സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞതും KPCC പ്രസിഡന്റ് പറഞ്ഞതും ശരിയല്ലേ? വളരെ പെരിഫറലായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് എത്താവുന്ന ഒന്നല്ല സനാതനധർമ്മം. അതുമായി ബന്ധപ്പെടുത്തി ഗുരുദേവൻ്റെ ഇടപെടലുകൾ, സമീപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഒരു അരമണിക്കൂർ ചർച്ചയിലൊക്കെ അതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം ഇതിനകത്തൊരു രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണല്ലേ, അതല്ലേ പ്രധാനപ്പെട്ട വിഷയം. സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം ശിവഗിരിയിലെ ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ സമാപനത്തിൽ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഒരു പ്രസ്താവന. അവർക്കൊക്കെ അതിനുള്ള അർഹതയുണ്ട്. എക്കാലവും ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങളിൽ പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും അതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ആത്മീയ നേതാക്കൾ, ഹൈന്ദവ സംഘടനകളിലെ സമുദായ സംഘടനകളിലെ നേതാക്കന്മാർ, സന്യാസിമാർ, ഇവരൊക്കെ തന്നെ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമായ പരിഷ്കാരങ്ങളെപ്പറ്റി എക്കാലവും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു തീരുമാനം ആരാണ് എടുക്കുന്നത്? ഡോക്ടർ, നിങ്ങൾ തിരുവനന്തപുരം, താങ്കളിപ്പോൾ എറണാകുളമാണെങ്കിൽ നിങ്ങൾ ആ സിറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അങ്ങേയറ്റം വരെ ഒന്ന് നടന്നു നോക്കൂ. എത്രയോ ക്ഷേത്രങ്ങളുണ്ട് അവിടെ. അത് വിവിധങ്ങളായ ആൾക്കാർ നടത്തുന്നതാണ്. ഓരോ ക്ഷേത്രങ്ങൾ തമ്മിലും ആചാരങ്ങളിലും അവിടുത്തെ ആരാധനകളിലും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ തീരുമാനം എടുക്കുന്നത് ആരാണ്? ആ ക്ഷേത്രത്തിൻ്റെ ഒരു തന്ത്രിയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതാണ് ഇന്നിപ്പം ചങ്ങനാശ്ശേരിയിൽ ഉയർന്നതും ഇന്നലെ വർക്കല ശിവഗിരിയിൽ ഉയർന്നതിലും അതിൽ രണ്ട് രാഷ്ട്രീയമല്ല അതിനകത്ത് നമ്മൾ നോക്കിക്കാണുന്നത്. അവിടെ രണ്ടിടത്തും ഇപ്പം വർക്കല ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇടപെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ ഒരു പ്രസ്താവന, ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഷർട്ട് ഊരുന്നത് നിർബന്ധമാക്കേണ്ട കാര്യമില്ല, അതൊരു അന്ധവിശ്വാസമാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനത് പറയാനുള്ള അർഹതയെപ്പറ്റി കേരള സമൂഹത്തിന് ഒരു ധാരണപശുഖമില്ല. ഒന്നാമത്തെ കാര്യം, വർക്കല എന്ന് പറയുന്നത് ശ്രീനാരായണീയർ എന്ന് പറയുന്നത് SNDPയുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല. ഞാൻ SNDP വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല. പക്ഷേ എൻ്റെ അച്ഛൻ അദ്ദേഹം RSS പോലുള്ള പ്രസ്ഥാനങ്ങളുമായി വളരെ കാലം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം വലിയ ഒരു വർക്കലയുമായി സഹകരിക്കുകയും അസോസിയേറ്റ് ചെയ്യുകയും ഒരു ശ്രീനാരായണീയനാണ്. അപ്പം അതെന്ന് പറയുന്ന ഒരു വലിയ സമൂഹമാണ്. അപ്പോൾ ഈ ഹൈന്ദവമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ അവിടെ ആവശ്യമായ പരിഷ്കാരങ്ങളെ പറ്റി അതിന് നേതൃത്വം കൊടുക്കുന്നവർ കമന്റ് ചെയ്യുക എന്നുള്ളത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ ഷാജി രാഘവൻ, താങ്കളുടെ അച്ഛനെ കുറിച്ച് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് RSS പ്രവർത്തകനായിരിക്കുകയും ഒരേ സമയം ശ്രീനാരായണീയനാവുകയും ചെയ്യുക ആശയപരമായി വൈരുദ്ധ്യമുള്ള ഒന്നല്ലേ? അത് താങ്കൾക്കല്ലേ? അല്ലല്ല, ഞാൻ സംശയമാണ്. അതില്ല. കാരണം RSS പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞു മുഴുവിപ്പിച്ചോട്ടെ. പറഞ്ഞോളൂ. എനിക്ക് പറയാമോ അരുൺ? ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, സ്വാമി സച്ചിദാനന്ദ ഒരു മാറ്റത്തിനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ശ്രീനാരായണീയ ആശയവും പരസ്പരം വൈരുദ്ധ്യമാണോ? ഒരാൾക്ക് ഒരേ സമയം ശ്രീനാരായണീയനായിരിക്കുകയും RSS പ്രവർത്തകനായിരിക്കുകയും ചെയ്യുക സാധ്യമാണോ? ഷാജി രാഘവൻ, ഇത് കേരളത്തിൽ സാധ്യമാകുന്നത് RSSകാർ മാത്രമാണ്. ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് എവിടെയാണ് സാധിക്കുക? ഇത് RSSകാർക്കും സാധിക്കും, അതിനകത്തൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാമി സച്ചിദാനന്ദ ഒരു പൊതുവിഷയം. അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കണം, സനാതന ധർമ്മത്തെപ്പറ്റി അദ്ദേഹം ഒരു വാക്കും പറഞ്ഞില്ല അവിടെ. അദ്ദേഹം അതിനെപ്പറ്റിയിട്ടൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനുശേഷം അവിടെ പ്രസംഗിച്ച ബഹുമാന്യനായിട്ടുള്ള SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പോലും
ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തെ ചേർത്ത് നിർത്തി പറയാൻ അദ്ദേഹവും ആഗ്രഹിച്ചത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ബഹുമാന്യനായ സ്വാമി സച്ചിദാനന്ദ പറയുമ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തി പറയാൻ വന്ന ആളായിരുന്നില്ല മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കൃത്യമായി ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, സനാതന ധർമ്മത്തെ പറ്റിയിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തണം. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമുക്കറിയാം, തമിഴ്നാട്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകൻ അദ്ദേഹം ഉയർത്തിയ വിവാദം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ പിണറായി. ഇതിനുള്ളിൽ രാഷ്ട്രീയമുണ്ട്. ശരി, ആ രാഷ്ട്രീയത്തിന്റെ ആശയത്തെക്കുറിച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ ഷാജി രാഘവൻ, എൻ്റെ ചോദ്യം അവിടെ നിൽക്കുന്നു. RSSന്റെ പ്രത്യയശാസ്ത്രവും ശ്രീനാരായണ ധർമ്മത്തിന്റെ ആശയവും ചേർന്നു പോകുന്ന ഒന്നാണോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങയുടെ മറുപടി, ഒരു RSS പ്രവർത്തകന് മാത്രമേ യഥാർത്ഥ ശ്രീനാരായണീയനാകാൻ കഴിയൂ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയല്ലേ അങ്ങ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു ഒരു സനാതനിസ്റ്റാണോ? വസ്ത്രാചാരം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു വിവാദമായി തീരുന്നത്? ആരുടെ പിടിവാശിയാണ്? ചർച്ച തുടരുന്നു. നമുക്കൊപ്പം ഡോക്ടർ TS ശ്യാംകുമാർ നിരീക്ഷകനുണ്ട്, ഒപ്പം BJP പ്രതിനിധി ഷാജി രാഘവനും. ഞാൻ ശ്യാംകുമാറിലേക്ക് പോകുന്നു. ശ്രീ ശ്യാം, സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ ഉദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകുമെന്ന് ചോദിച്ചതാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഷാജി രാഘവൻ പറയുന്നത് ഒരു RSSകാരന് മാത്രമായി ഒരു ശ്രീനാരായണീയനായിരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഒരു സനാതനിസ്റ്റിന് മാത്രമേ ഒരു ശ്രീനാരായണ ഗുരു ആകാൻ പറ്റൂ എന്ന വ്യാഖ്യാനമാണ് BJPയും സംഘപരിവാറും നൽകുന്നത്. എങ്ങനെയാണ് ഇത് ചേർന്ന് പോവുക? ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയെന്ന് വേണം ഈ പ്രസ്താവനയെ പറയാൻ. കാരണം 1925 RSS രൂപീകരിച്ചതിന്റെ 12ാമത്തെ ദിവസം സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനോട് പറഞ്ഞു, ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ് നാരായണ ഗുരുസ്വാമികൾ. ആ നാരായണ ഗുരുസ്വാമികളുടെ ആശയം എങ്ങനെയാണ് സനാതന ആശയമായി മാറുന്നത്? ആ ഒരു റെഫറൻസ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് BJP പ്രതിനിധിയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു വരും. ശ്രീ ഷാജി രാഘവൻ, അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഹിന്ദു മതമെന്നൊന്നേ ഇല്ലല്ലോ എന്ന മറുപടിയാണ് ഞാൻ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരു നൽകുന്നതെങ്കിൽ ആ മതത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള സനാതന ആശയത്തിനെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുക? അല്ല, ഇക്കാര്യത്തിലുള്ള ഒരു വലിയ ആധികാരികമായ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഒന്ന് പറയാം, ഗുരുദേവൻ ഇത് പറയുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എവിടെയാണ് അന്ന് ഹിന്ദു സമൂഹം ഉള്ളത്? അന്ന് ഈഴവരും നായരും പുലയരും അങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. ഇതൊരു വിഷയമായിരുന്നല്ലോ. എന്തിനാ അത്രയും പോയത്? 1927 ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പള്ളാത്തുരുത്തിയിലെ ഒരു SNDP യോഗ സമ്മേളനമുണ്ട്. അവിടെ അദ്ദേഹം നടത്തിയ വിളംബരം, ഞാനൊന്ന് പൂർത്തീകരിച്ചു, അദ്ദേഹം നടത്തിയ വിളംബരം ശിലാഫലകത്തിൽ ഇപ്പോഴും കാണാം. ഡോക്ടർ അരുൺ അവിടെ പോയാലും കാണാം. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഗുരുദേവൻ? ശരി, അദ്ദേഹത്തിന്റെ അവസാനത്തെ വിളംബരം, അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം, അവിടെ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അപ്പം ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഒരു അരനൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ ഒരു പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ നിറഞ്ഞു നിന്ന് പറഞ്ഞ കാര്യങ്ങളിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പലതും പറയാം. സത്യത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഈ വിഷയം എന്തുകൊണ്ട് വിവാദമായി? സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതുകൊണ്ടല്ല വിവാദമായത്. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വിഭാഗം ഹൈന്ദവരുടെ മാത്രം ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചതാണ് വിഷയം. അതാണ് ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ഉന്നയിച്ചത്. അതല്ലേ യഥാർത്ഥ പ്രശ്നം? ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ അരമണിക്കൂർ പെരുഫറലായിട്ട് ചർച്ച ചെയ്താൽ തീരുമോ ഡോക്ടർ? ശരി, അല്ലല്ല, അത് വാസ്തവമാണ്. എങ്കിലും ഞാനൊരു അങ്ങയുടെ പ്രതികരണം ചോദിച്ചത് മാത്രം. TS ശ്യാംകുമാർ, താങ്കൾക്ക് തുടരാം. ഇത് ഒറ്റപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നാണ് ഷാജി രാഘവന്റെ വാദം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പള്ളാത്തുരുത്തിയിൽ വെച്ച് കൂടിയ SNDP യോഗത്തിന്റെ 24ാം വാർഷിക സമ്മേളനത്തിൽ TK മാധവന്റെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ ആശംസ നേർന്നുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ എഴുതിയ പ്രസ്താവന മുഴുവൻ ഞാനിവിടെ വായിക്കാം. നോക്കൂ, സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായി ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്നറിയുന്നത് നമുക്ക് വളരെ സന്തോഷം തന്നെ. എന്നാൽ സംഘടനകളുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത്. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത്.
ഗുരുവിന്റെ അടുത്ത വാക്കുകളാണ് ഏറ്റവും പ്രസക്തം. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള സനാതന ധർമ്മം അങ്ങനെ ഒരു മതമാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. നോക്കൂ, ഞാൻ പറഞ്ഞത് എവിടെയാണ് സനാതന ധർമ്മത്തിന്റെ ഗ്രന്ഥപാരം. ഗുരു ഇവിടെ സനാതനം എന്ന് ഉദ്ദേശിക്കുന്നത് ശാശ്വതമായ മൂല്യങ്ങളെയാണ്. സ്നേഹം 25 സംഭാഷണത്തിൽ CV കുഞ്ഞിരാമനോട് ഗുരു പറയുന്നുണ്ട്, സ്നേഹം ക്രിസ്തു മതത്തിന്റെ സാരം സ്നേഹമാകുന്നു, മുഹമ്മദ് മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞതിലൂടെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും മറ്റു വ്യത്യസ്ത ധർമ്മ പാരമ്പര്യങ്ങളും തുല്യപ്രധാനങ്ങളാണ് എന്ന് പറയുക മാത്രമല്ല, ഗാന്ധിയുമായുള്ള സംഭാഷണത്തിൽ ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഹിന്ദുമതം ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമല്ല സ്വാമികളെ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, മറ്റു മതങ്ങളിലും മോക്ഷമാർഗം ധാരാളമുണ്ടല്ലോ എന്നാണ്. അതിന്റെ പോയിന്റ് കിടക്കുന്നത് സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് ഗുരുവിന്റെ ആശയത്തിൽ, അല്ലാതെ ഹിന്ദുമതം ഈസിക്കൽ ടു സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അതാണ്. ശ്രീ ഷാജി രാഘവൻ, ഒരു നിമിഷം ഷാജി രാഘവൻ, ഒരു ഭാഗത്ത് ഗുരു പറയുന്നു ക്രൈസ്തവ വിശ്വാസികൾ കരുതുന്നത് പോലെയുള്ള സ്നേഹത്തെക്കുറിച്ചും ഇസ്ലാം മത വിശ്വാസികളുടെ സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ മോക്ഷമോ ഒന്നും ഉണ്ടാവില്ല എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നതും ഇവരെയൊക്കെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതും രണ്ടും രണ്ടല്ലേ ശ്രീ ഷാജി രാഘവൻ? ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ, ചില പോയിന്റ്, ചില ഇൻസിഡൻറ്റുകൾ ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തന്നെ 10-70 വർഷക്കാലത്തെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് താങ്കളെ പോലുള്ളത് പറയുന്നത്. എനിക്ക് മുമ്പ് ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുക. ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നേ. എന്താ സംശയം? എന്താ? അതാണ് സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു നിങ്ങൾക്ക് നരനിൽ സാർ, ഞങ്ങൾ നരനിൽ നാരായണനെ കാണാമെന്ന് പറയുന്ന ഒരു വലിയ തത്വമുണ്ട്. അമ്പലത്തിൽ പോലും പോകണമെന്നില്ല ഒരു മോക്ഷം കിട്ടാൻ. അതാണല്ലോ ഹൈന്ദവമായിട്ടുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളെ പറ്റിയിട്ടൊന്നും പറയാൻ ആധികാരികമായിട്ട് ഞാൻ ആളല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാത്തത്. പക്ഷെ എനിക്ക് മുമ്പ് പറഞ്ഞ ആള് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് പൂർണ്ണമായിട്ടും ഞാൻ ഞങ്ങളും അതിനോട് ചേർന്നാ നിൽക്കുന്നത്. ഇന്നത്തെ വിഷയം അതല്ല, ഇസ്ലാമിന്റെ വിഷയമായിരുന്നില്ല. ക്രിസ്ത്യാനിയുടെ ആരാധനയെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആശയമാണ് രാഷ്ട്രീയത്തിലേക്ക് ഡോക്ടർ അരുൺ വരാത്തതാണ് എന്റെ വിഷമം. അല്ലല്ല, ഏറ്റവും കാതലായ വിഷയം ഇതാണല്ലോ. ഇതൊരു സനാതനിസ്റ്റ് ആശയം എന്ന രീതിയിലാണല്ലോ ഇന്നിപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതും. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്, അത് തിരുത്താൻ ആർക്കാണ് അവകാശം എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഞാൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ ചർച്ചയുടെ ഭാഗത്തേക്ക് എത്താം. നരനിൽ നാരായണനെ കാണാൻ കഴിയുന്നു എന്നത് നല്ല കാര്യം. നരനിൽ ആ നരൻ ആരായിരിക്കണം എന്നുള്ളതാണ്. ഏത് വിഭാഗത്തിലുള്ള നരനിലും നാരായണനെ കാണാൻ കഴിയണം. ആ നരനിൽ നസ്രാണിയെ കാണാൻ സാധിക്കണം, നരനിൽ ഇസ്ലാമിനെ കാണാൻ സാധിക്കണം. അങ്ങനെ കാണാൻ സാധിക്കുമ്പോഴാണ് ആ ദർശനം പൂർണ്ണമാവുക. എല്ലാ ദർശനങ്ങളും ഒരു മനുഷ്യരുണ്ടാവണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏകം സദ്വിപ്രാ ബഹുധാവദന്തി എന്നല്ലേ പല പേരുകളിൽ വിളിക്കുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലുകൊല്ലുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രശ്നം സനാതന ആശയത്തിലാണോ അത് പ്രാവർത്തികമാകുന്ന വഴിക്കാണോ എന്നുള്ളതാണ് ചോദ്യം. വസ്ത്രാചാരം ആരുടെ പിടിവാശി എന്നാണ് ചോദ്യം. അതിഥികളായത് മുഖപ്പം ഡോക്ടർ TS ശ്യാംകുമാർ, നിരീക്ഷകൻ, ഷാജി രാഘവൻ, BJP പ്രതിനിധി എന്നിവരാണ്. ഡോക്ടർ TS ശ്യാംകുമാർ, നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടി ഒന്ന് വന്നാൽ, ഈ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരമായിരിക്കും. ആ ആചാരങ്ങൾ തിരുത്താൻ പറയേണ്ടത് ആരാണ് എന്ന ചോദ്യമാണ് ഇന്ന് NSS ആസ്ഥാനത്ത് നിന്നും കേട്ടത്. സ്വാമി സച്ചിദാനന്ദ പറയുന്നു, ഞാനൊരു സന്യാസി ആയതുകൊണ്ട് തന്നെ എനിക്കാണ് പറയാൻ കൂടുതൽ യോഗ്യത ഒരു സമുദായത്തിലെ പ്രമാണിയേക്കാൾ എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഷട്ടും സനാതനധർമ്മവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വാമി സച്ചിദാനന്ദ പറയാൻ ശ്രമിച്ചതാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ തുടർച്ചയായി പൂണൂൽ എന്ന അടയാളത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആചാരം കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ അത് കാലഹരണപ്പെട്ടിരിക്കുന്നു. ആ ആശയത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഷട്ടിട്ട് കയറാം, ദർശനം നടത്താമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ TS ശ്യാംകുമാർ? നഗ്നതയ്ക്ക് സനാതന ധർമ്മവുമായി വളരെയധികം ബന്ധമുണ്ട് എന്നൊരഭിപ്രായമാണ്
ഒരു ചരിത്ര പഠിതാവ് എന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം തൃപ്പൂണിത്തുറ പൂർണ്ണശ്രീശ ക്ഷേത്രത്തിൽ ബ്ലൗസും ധരിച്ചുകൊണ്ട് തൊഴാൻ ചെന്ന, പ്രാർത്ഥിക്കാൻ ചെന്ന നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചൂറിയ ചരിത്രമുണ്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്. അന്ന് തൃപ്പൂണിത്തുറ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് ആ പ്രവൃത്തി ചെയ്തത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നഗ്നമായ മാറിടം കാണിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്ര ദർശനം അനുവദിച്ചിരുന്നുള്ളൂ. അപ്പൊ ഈ നഗ്നതയും ആചാരവുമായി വളരെയധികം ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ പറയാൻ ശ്രമിച്ച എന്താണ്, ഈ ആചാരങ്ങൾ പരിഷ്കരിക്കണം. അത് നാരായണ ഗുരുവിന്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ പുരോഗമനാത്മകമായ ഒരു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം ഒരു പ്രസ്താവന പറഞ്ഞത്. ഗുരു ഇത്തരം ധാരാളം പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടില്ലേ? ഒരു ഉദാഹരണം മാത്രം അതിലേക്ക് ഞാൻ പറയാം. സാധാരണ എന്താണ് ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു ചിട്ട? മുഹൂർത്തം അനുസരിച്ച് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു രീതി. പക്ഷെ നാരായണ ഗുരുസ്വാമികൾ അങ്ങനെ മുഹൂർത്തം നോക്കി പ്രതിഷ്ഠിച്ച ഒരാളല്ല. ഒരിക്കൽ ഒരു ശാസ്ത്രി ഗുരുദേവനോട് ചോദിച്ചു, മുഹൂർത്തം നോക്കിയോ? ഗുരു പറഞ്ഞ മറുപടി, കുട്ടി ജനിച്ചു, ഇനി മുഹൂർത്തം നോക്കാം. അതായത് പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു, ഇനി വേണമെങ്കിൽ ആവാം എന്നുള്ള നിലയ്ക്കാണ്. അതുപോലെ ഒരിക്കൽ ഗുരു ഒരിടത്ത് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ചെന്നു. അവിടെ ഇരുന്ന മുഴുവൻ വിഗ്രഹങ്ങളും ചാക്കി കെട്ടിക്കൊണ്ട് പോരുകയാണ് ഗുരു ചെയ്തത്. അപ്പൊ ഇങ്ങനെ കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഗുരുസ്വാമികൾ. എന്തിനേറെ സുപ്രീം കോടതിയിൽ പോകുന്ന മനുഷ്യരാണ് നമ്മൾ, അല്ലേ? അങ്ങനെ വ്യത്യാസമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷാജി രാഘവൻ, അങ്ങയുടെ മറുപടി കൂടി വേണം. അങ്ങയുടെ മറുപടി കൂടി വേണം. ഈ വിഷയത്തിൽ NSSനൊരു നിലപാടാണ്, ശ്രീനാരായണീയ ധർമ്മ വിശ്വാസികൾക്ക് മറ്റൊരു നിലപാടാണ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? BJPയുടെ ടേക്ക് എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഈ തരത്തിലുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ സന്യാസി സമൂഹം, അതേപോലെ തന്നെ ആത്മീയ ആചാര്യന്മാർ, സമുദായ സംഘടനാ നേതാക്കന്മാർ, ഇവർക്കൊക്കെ അതിന് അവകാശമുണ്ട്. ആത്യന്തികമായി അവരത് ചർച്ച ചെയ്തിട്ട് പല ഘട്ടങ്ങളിലും പലതും മാറി വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ. ഇതിനുള്ള സ്പേസ് പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് പോലും ഈ പറയുന്ന മഹത്തായ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമായാലും ഇന്നലെ സ്വാമി സച്ചിദാനന്ദ സ്വാമി ആയപ്പോലും ഈ സനാതന ധർമ്മത്തെ തള്ളിപ്പറയാത്തത് അതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് മുമ്പ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് പോലും അതിനെ തള്ളി പറയുന്നില്ല അദ്ദേഹവും. അല്ല, പക്ഷെ പ്രശ്നം എന്താ, മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുദേവനെ ഈ സനാതന മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയില്ലേ? എന്തുകൊണ്ട് ഹൈന്ദവമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ആചാര കാര്യങ്ങളിൽ മാത്രം ഈ ഇടപെടൽ ഉണ്ടാകുന്നു? ഇതിനു മുമ്പ് ശബരിമലയിൽ ഉണ്ടായില്ലേ ഒരു കോടതി വിധിയുടെ പേരിൽ? കോടതി വിധി നാട്ടിൽ എന്തുമാത്രമുണ്ട്? അപ്പൊ ഇത് സാധിക്കുന്നത് ഈ ഇവിടുത്തെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കൃത്യമായി കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് കണ്ടാൽ സന്തോഷമാവും എന്നുള്ള തോന്നലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും UDF-നും. കാരണം KPCC പോലും ഈ നിലപാടെടുക്കുന്നു. പ്രീണിപ്പെടുത്താൻ വിശ്വാസങ്ങൾ ഓരോരുത്തരെയും വ്യക്തി കേന്ദ്രീകൃതമാകുന്നുണ്ട്. അതിന് സാമൂഹികമായ അർത്ഥങ്ങളും ആചാരങ്ങളും ഒക്കെ നിലവിൽ വരുമ്പോൾ അതിനെ പരിഷ്കരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. തൃപ്പൂണിത്തുറയിലെ പഴയ നായർ സ്ത്രീയല്ല ഇന്ന് തൃപ്പൂണിത്തുറയിൽ കയറുന്ന നായർ സ്ത്രീ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്ന പണ്ട് 921 മുമ്പ് കയറിയിരുന്നത് പോലെയല്ല ഇന്ന് നമ്മൾ കയറുന്നത്. മാറ്റങ്ങൾ സ്വാഭാവികമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. Debate with Dr. Arun Kumar.